ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നോക്കുകയാണെങ്കിൽ അത് പവി കെയർ ടേക്കർ സിനിമയുടെ റിവ്യൂ ആണ്. അപ്പോൾ ഞാനൊരു ദിലീപ് ഏട്ടൻ്റെ ഫാൻ ആയതുകൊണ്ട് എനിക്ക് ട്രെയിലറൊക്കെ കണ്ടപ്പോഴേ ഈ പടം ഇഷ്ടപ്പെട്ടു. പക്ഷെ പലരും പറഞ്ഞ് സ്ഥിരം ദിലീപേൻ്റെ ആ പണ്ട് മുതലുള്ള കോമഡി ടൈപ്പ് സിനിമയായിരിക്കും. അപ്പോൾ ഞാൻ റിവ്യൂ ഒക്കെ കണ്ടിട്ടാണ് ഇന്നലെ ഈ സിനിമ കാണാൻ പോയത്. അപ്പം ഞാനൊരു ദിലീപ് ഏട്ടൻ എന്നുള്ളൊരു ഫാൻ എന്നുള്ള രീതിയിൽ ആ സിനിമയിൽ പ്രതീക്ഷിച്ച എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് ചില കോമഡികൾ എനിക്ക് വർക്കായില്ല. പക്ഷെ ചില നല്ല ചിരി വന്ന കോമഡികളുണ്ട്. എങ്കിലും ഈ പുതുമ എന്ന് പറയാനുള്ള കോമഡി സീൻസൊന്നും എനിക്കൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ ഒന്നും തോന്നിയില്ല. പിന്നെ ആ മരപ്പട്ടിയെ പിടിക്കാൻ പോയ സീൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതിലും ചില കോമഡിയൊക്കെ കുറച്ച് ഒരു നമ്മളെ കണ്ട് മടുത്ത ഏകദേശം പറക്കും തളിക അതൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കോമഡിയാണ്. എങ്കിലും നമ്മൾ ആ ദിലീപേൻ്റെ ഒരു എക്സ്പ്രഷൻ അതൊക്കെ വെച്ച് നമുക്കങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ രസമുണ്ട്. പിന്നെ എനിക്ക് ഫസ്റ്റ് ഹാഫ് കുറച്ച് ഒരു ചെറിയ ലാഗ് തോന്നി. പക്ഷേ സെക്കൻഡ് ഹാഫ് ഇങ്ങനെ പെട്ടെന്ന് ഫസ്റ്റ് ഹാഫ് ഏകദേശം ഒരു 1.5 മണിക്കൂറുണ്ട്. സെക്കൻഡ് ഹാഫ് 1 മണിക്കൂറേ ഉള്ളൂ. പിന്നെ ഫൈറ്റ് സീനിന് വേണ്ടിയുള്ള ഒരു സീനാണ്. എങ്കിലും അത് കുഴപ്പമില്ല. എന്നുവെച്ചാൽ നമുക്ക് ഈ തീരെ ലോജിക്കൊക്കെ നോക്കാതെ ഒരു പഴയ ദിലീപ് ഇപ്പോഴത്തെ അങ്ങനത്തെ കോമഡി ആയാലും എല്ലാം ആ ഒരു പഴയ ടൈപ്പ് കോമഡിയാണ്. എങ്കിലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു സിനിമയാണ്. എന്നുവെച്ചാൽ ദിലീപ് ഏട്ടൻ്റെ ഫാൻസുകാർക്ക് എൻജോയ് ചെയ്യാനുള്ള എല്ലാ ഈ സിനിമയിലുണ്ട്. അതായത് സെക്കൻഡ് ഹാഫൊക്കെ എത്തുമ്പോൾ ഒരു ബോഡി ഗാർഡ് ഫീലാണ്. പിന്നെ ക്ലൈമാക്സ് ഒക്കെ നല്ല കോമഡിയിലാണ്. എന്നുവെച്ചാൽ പിന്നെ വേറൊരു രീതിയിൽ നിർത്തായിരുന്നു. പക്ഷേ ഇവർ മൊത്തം അതിനൊരു കോമഡി ആയിട്ടാണ്. എന്നുവെച്ചാൽ നമ്മളിങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിക്കുമ്പോൾ അതിനൊരു കോമഡി രീതിയിലാണ് കൊണ്ടുപോകണം. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനാണ്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഞാൻ എൻജോയ് ചെയ്തു. പക്ഷേ തിയേറ്ററിൽ മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയണില്ല. എങ്കിലും ഇപ്പോൾ എനിക്ക് ചിരി വരാത്ത സീൻ ചിലർ ചിരിക്കണം ഞാൻ കണ്ടു. എന്നുവെച്ചാൽ ഇത് എൻജോയ് ചെയ്ത് കണ്ടവരും ഉണ്ട്. പക്ഷേ ഇത് എൻ്റെ ഒരു ഇതിൽ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് അറിയില്ല. കാരണം കുറേ കോമഡിയൊക്കെ ഒരു പഴയ ടൈപ്പ് കോമഡിയാണ്. അതുകൊണ്ട് നമുക്ക് ചില സമയത്ത് ചിരി വരില്ല. നമ്മൾ ദിലീപേൻ്റെ സിനിമയിൽ തന്നെ കണ്ടിട്ട് എങ്കിലും ഈ പടം നമുക്കങ്ങനെ ബോറടിക്കൂല. ഇപ്പോൾ സെക്കൻഡ് ഹാഫ് ആയാലും നമ്മളൊരു ഇതിങ്ങനെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. നമ്മളിങ്ങനെ രസിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. അല്ലാതെ ബോറ് സിനിമയെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. കാരണം ഇപ്പോൾ ദിലീപേൻ്റെ ലാസ്റ്റ് ഇറങ്ങിയതിൽ ഞാൻ തങ്കമണി കണ്ടില്ല. ഞാൻ ബന്ദ്ര കാണാൻ പോയി. ആ ബന്ദ്ര എനിക്ക് ലാസ്റ്റാണ് ഇഷ്ടപ്പെട്ടത്. എങ്കിലും ബന്ദ്രയൊക്കെക്കാളും നല്ല ഇഷ്ടപ്പെടും. എന്താ നമ്മൾ ബോറടിക്കാതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷേ കോമഡി മാത്രമാണ് ചില കോമഡി വർക്കൗട്ട് ആയില്ല. എങ്കിലും മരപ്പെട്ടിയൊക്കെ അവർ മാക്സിമം എഫർട്ട് എടുത്തിട്ടുണ്ട്. കാരണം മലയാള സിനിമയല്ലേ, അത് ഇത്രയെങ്കിലും എടുത്ത് വലിയ സംഭവമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ ഒപ്പീനിയൻ. ബൈ ബൈ.